എല്ലാവരും കടമകളെ ചെയ്തിട്ടുള്ളൂ. ആരും എക്സ്ട്രാ ഒന്നും ആരും ചെയ്തിട്ടില്ല. ഫുൾ സപ്പോർട്ട് ഉമ്മാണ്. ഉമ്മാണ് അതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നത്. ഉമ്മ ഇത്രയും ദിവസം ഇപ്പം അവിടെ എത്രത്തോളം പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മറ്റുള്ളവരുടെ ഇതില്ലാതെ കേക്ക് ഇത്ര നാൾ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അപ്പം എന്താ പറയാനുള്ളത്? ഇത്ര നാളേക്ക് കൊടുത്ത സപ്പോർട്ടും ഈ 75 ദിവസവും നിങ്ങളോട് സപ്പോർട്ടാണ്. നമ്മൾ അർജുനെ കിട്ടണം എന്നുള്ള ഇത് തന്നെയായിരുന്നു. ഓനിപ്പോൾ അതിന് വന്നിക്കാണെങ്കിൽ അതെല്ലാം ഇതായി പോകുമല്ലോ. പിന്നെ രണ്ടാമത് എല്ലാ ഇതും ഇതാക്കി കൂട്ടിക്കൊണ്ടുവരണമല്ലോ. ഓരോ പ്രാവശ്യവും വന്നിക്കാണെങ്കിൽ താളം തെറ്റിപ്പോവുക, പിന്നെയും അത് ഇതാക്കുകയാണല്ലോ. ഓൻ അവിടെ തന്നെ നിന്നുങ്ങാണ്ടി അത് കിട്ടുന്നവരെ നിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഓനോടും പറഞ്ഞ് അയ്യാടെ നിൽക്ക്. ഓ ഓ ഓ ഞങ്ങൾ കാണലുണ്ട്. പിള്ളേർക്ക് അസുഖം വന്നു പോലും ഇരിക്കാൻ അറിയിച്ചില്ല. പല എനിക്കുടെ ബിസിനസ്സും അവരൊക്കെ വന്നിട്ട് പോലും ഒന്നും അറിയിക്കാതെ നിങ്ങൾ മാക്സിമം അവിടെ തന്നെ നിർത്താൻ മാക്സിമം അങ്ങനെയായിരുന്നു. ഞങ്ങള് നല്ല ടെൻഷൻ ആകണ്ട, ഓനൊരു കാര്യത്തിന് പോയതല്ലേ എന്നുള്ള അതിൽ നമ്മൾ സമാധാനിച്ച് നിന്ന് അതിനൊരു ഉത്തരം കിട്ടും എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അതിനുത്തരം അള്ളാഹു തന്ന് കിട്ടി. അതിന് അത് ഓൽക്കും ഒരു ഇതാണല്ലോ, നമ്മൾ അധ്വാനിച്ചതിനുള്ള ഫലം നമുക്ക് കിട്ടിയെന്നുമായി. ഇല്ല, തീർച്ചയായിട്ടും അത് ഓരോ കടമാണ്. എല്ലാവരും കടമകളെ ചെയ്തിട്ടുള്ളൂ. ആരും എക്സ്ട്രാ ഒന്നും ആരും ചെയ്തിട്ടില്ല. ഫുൾ സപ്പോർട്ട് ഉമ്മാണ്. ഉമ്മാണ് അതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നത്. എല്ലാ കാര്യങ്ങളും പിന്നെ അവനെ എല്ലാം ഒഴിവാക്കി വീട്ടിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഉമ്മ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്ത് പോയ കാര്യങ്ങൾ നോക്കട്ടെ, അത് സക്സസ് ആയി. വാപ്പ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പോൾ മൂപ്പൊരു മീറ്റിങ്ങും അതും ഇതും അറിഞ്ഞു കഴിഞ്ഞിട്ട് കർണാടകയിലായിരുന്നു. അപ്പോൾ വരാനൊന്നും അത്ര ഇതുണ്ടാവില്ല. ഞാൻ തന്നെയാണ് ഈ മക്കളെ എല്ലാ കാര്യവും നോക്കി വളർത്തിയതും എല്ലാം. ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലുണ്ടായിരുന്നുള്ളതിന് ഫുള്ള് അങ്ങനെ വാപ്പൻ്റെ അതേ തന്നെയാണ് കിട്ടിയത്.